ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ അടുക്കള ജോലിയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് വീഡിയോ എടുത്താലോ? നമുക്ക് വീഡിയോ എടുക്കാം. ഞാൻ രാവിലെ അടുപ്പ് കത്തിക്കുകയാണ്. നമ്മുടെ ഗ്യാസൊക്കെ തീർന്നിരിക്കുകയാണ്. ഒരു കുറ്റി ഇരിപ്പുണ്ട്, പക്ഷേ അത് ഇപ്പോഴേ എടുത്ത് വെച്ചാൽ ഞാൻ പെട്ടെന്ന് തീർക്കും. അതുകൊണ്ട് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ കത്തിക്കാം, അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുകയില്ലെന്ന പ്രതിജ്ഞയോടെ ഞാൻ അടുപ്പിൽ തീ കത്തിക്കുകയാണ്. ഇത് വിറക് ഉണ്ട്, നമുക്ക് ആ വിറക് കൊണ്ട് തീ കത്തിച്ചെടുക്കാം. ഞാൻ തീ കത്തിച്ചു. ഇച്ചിരി കടുങ്കാപ്പി വയ്ക്കാമെന്ന് വിചാരിച്ച് കടുങ്കാപ്പി വെച്ചു. അപ്പോൾ കടുങ്കാപ്പി ഒന്ന് അനത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ കടുങ്കാപ്പിയൊക്കെ അനത്തി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായ ഇട്ടു. അപ്പം ചായയും കുടിച്ചു, കടുങ്കാപ്പിയൊക്കെ കുടിച്ചു. അതിനുശേഷം രാവിലത്തെ ഭക്ഷണം തയ്യാറാക്കണ്ടേ, അതിന് കുറച്ച് അരി അരച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് ഇഡലി ഉണ്ടാക്കി. അപ്പം കൂടെ ഒരു സാമ്പാറും വെച്ചു. അപ്പോഴേ ആ വീഡിയോയിലേക്ക് പോകാം. പാത്രങ്ങളെല്ലാം ഞാൻ തേച്ച് മടക്കി വെച്ചു. ഇതെല്ലാം അടുപ്പേ വെച്ച് കരിയായതായിരുന്നു. ഒരു വിധത്തിൽ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി കരി കുറച്ചൊക്കെ കളഞ്ഞു. ഇപ്പോഴേ നമ്മുടെ ഗ്യാസ് തീർന്നിരിക്കുകയാണ്. ഇനിയും ഗ്യാസ് വാങ്ങിക്കൊണ്ട് വരണം. ഉച്ചക്കത്തേക്ക് ഒരു കറി തയ്യാറാക്കാം. കുറച്ച് പയറെടുത്തിട്ടുണ്ട്. ഇപ്പോഴേ എൻ്റെ മണ്ടയും ചൂടും ഒക്കെ ഒന്ന് കണ്ടിച്ച് വൃത്തിയാക്കി വയ്ക്കാം. ഇത് കുറച്ച് ദിവസം ഫ്രിഡ്ജിലിരുന്ന് ഒന്ന് ചുമന്നിട്ടുണ്ട്. സാരമില്ല, കുഴപ്പമില്ല. ഇതെല്ലാം ഒന്ന് പഴുത്ത പോലായിട്ടുണ്ട്, കുഴപ്പമില്ല. ഇന്ന് മീനൊന്നുമില്ല. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കഴുകി അരിയാം. പയറെല്ലാം ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതങ്ങ് അരിയ. കുറച്ചെല്ലാം കൂട്ടിപ്പിടിച്ചങ്ങരിയ.
ഇപ്പോഴേ പയറെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ തേങ്ങ ഇല്ല. അപ്പം തേങ്ങയൊന്ന് പൊതിക്കാൻ പോകാം. പച്ചക്കറി വരുന്നുണ്ട്. കുറച്ച് പച്ചക്കറി മേടിക്കണം. പച്ചക്കറി ഇല്ല, ജംഗ്ഷനിലൊന്നും ഇറങ്ങിപ്പോയില്ല. കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം. പിന്നെ സഭയുള്ളപ്പോൾ 3-4 തേങ്ങ പൊതിക്കാം. ഇപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഒരു തേങ്ങ പൊതിച്ചു. പിന്നെ പച്ചക്കറിക്കാരൻ വന്ന് പച്ചക്കറി കൂടെ വാങ്ങിക്കാം. ഇത് നമ്മുടെ പെരയ്ക്കകത്തോട്ടിടാം. ഇവിടെ പച്ചക്കറി മേടിക്കാൻ പോകാൻ ഇറങ്ങി നിന്നതാണ്. പക്ഷേ ഭയങ്കര ചൂടാണ്. റോഡിലൊന്നും ഇറങ്ങി നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോഴേ തിരിച്ച് വരുമ്പോൾ നിർത്താമെന്ന് പറഞ്ഞു. ഇപ്പോഴേ കണ്ടോ ഈ റോസയൊക്കെ നിൽക്കുന്നത് കണ്ടോ, എത്രമാത്രം പിന്നെ വെയിൽ കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. കഷ്ടമല്ലേ അല്ലേ, നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവരുടെ കാര്യമോ നിറയെ പൂക്കളുണ്ട്. ഇപ്പോഴേ പയറുതോരനെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കാൻ ഞാനെടുത്തു പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്നുള്ളി, സ്വല്പം മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ്, പിന്നെ തേങ്ങ. ഇത്രയും ഒന്ന് ചതച്ചെടുക്കുക. പണ്ട് കാലത്ത് അമ്മ ഇതുപോലായിരുന്നു ചതച്ച്, അരകല്ലിലാണെങ്കിൽ ചതച്ചെടുത്താണ് പയറുതോരനൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴേ എല്ലാം സവാളയൊക്കെ അരിഞ്ഞിട്ട് തോരൻ വയ്ക്കുന്ന ഞാൻ. ഇപ്പം ഇന്ന് സവാളയൊന്നും അരിഞ്ഞിടുന്നില്ല. അതിന് പകരം കുറച്ച് കൊച്ചുള്ളിയാണ് എടുത്തത്. ഇപ്പോഴിതൊന്ന് ചതച്ച് കൊണ്ട് വരട്ടെ. ഇപ്പോഴേ നമ്മൾ വിറകടുപ്പയിലാണ് വെക്കുന്നത്. ഇപ്പോൾ തോരനെ അങ്ങോട്ട് വെച്ചു അടുപ്പിലോട്ട്. ഇപ്പോൾ എൻ്റെ ഫോണിന് ഇച്ചിരി തകരാറിലായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാത്തത്. അപ്പം പൊതുവേ ഈ ചിമ്മിനിക്കകത്ത് വെട്ടമില്ല. അപ്പം പിന്നെ നമുക്ക് രാവിലെ ഇഡലിക്കുണ്ടാക്കിയ കറി ഇരിപ്പുണ്ട്, സാമ്പാർ ഇരിപ്പുണ്ട്. ഇപ്പോഴേ ഇതിലൊന്ന് വേകട്ടെ. ഗ്യാസിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കുറ്റി ഇരിപ്പുണ്ട് നിറച്ചത്. അപ്പോൾ അതൊന്ന് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ അത് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തീർക്കും. അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ അടുപ്പിലോട്ട് വയ്ക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തോരനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് ലാസ്റ്റിൽ. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഈ തോരനെ അങ്ങോട്ട് അടുപ്പിലോട്ട് ഇട്ടത്. അപ്പം തോരൻ തയ്യാറാക്കി. പണ്ടൊക്കെ അമ്മ നിങ്ങൾക്ക് പൊതിയൊക്കെ കിട്ടുമ്പോൾ വെച്ച് തരാറുള്ള തോരൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴേ എല്ലാവരും പുതിയ സ്റ്റൈലിലും ഫാഷനിലും ഒക്കെയാണ് വയ്ക്കുന്നത്. എങ്കിൽ ഇതുപോലുള്ള തോരൻ വെച്ച് കൂട്ടാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ ഫോണ് തകരാറിലായി, എന്താ പറയാനാണ്. പിന്നെ പച്ചക്കറിക്കാർ പോയപ്പോഴാണെങ്കിൽ
കുറച്ച് പച്ചക്കറി മേടിച്ചു. ഒത്തിരിയൊന്നും വാങ്ങിച്ചില്ല, കുറച്ചേ മേടിച്ചുള്ളൂ. അപ്പോഴും വെയിലൊന്നും കെട്ടടങ്ങിയിട്ടില്ലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. എന്നാലും അവർ പോകുന്നതിന് മുമ്പേ നമ്മൾ ഇച്ചിരി പയറും ബീറ്റ്റൂട്ട്, പച്ചമുളക്, ക്യാരറ്റ്, പഴുത്ത മാങ്ങ ഇത്രയും മേടിച്ചുള്ളൂ. ഇപ്പോഴേ ഈ പഴുത്ത മാങ്ങ ഒന്ന് ചെത്താം. എല്ലാം കഴുകി വൃത്തിയാക്കിയതാണ്. ഒരുമാതിരി പഴുത്തതാണ്. അപ്പോഴേ മാങ്ങ കണ്ടപ്പോൾ അമ്മ പറഞ്ഞ് ചെത്തി എടുക്കാൻ. അപ്പോഴമ്മയ്ക്ക് ഒന്ന് ചെത്തി കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ പറമ്പും നല്ലപോലെ മാവും കാര്യങ്ങളും ഉണ്ടായിരുന്നതാണ്. അപ്പം റബ്ബർ വെക്കാൻ നേരം ചൂടലാണെന്നും പറഞ്ഞ് എൻ്റെ അപ്പനെ വെട്ടിക്കളഞ്ഞു. ഇപ്പം മാങ്ങ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സ്ഥിതിയായിപ്പോയി. ഇപ്പം മറ്റേ മൂവാണ്ടനെ, കിളിച്ചുണ്ടനെ ഒക്കെ മാങ്ങ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്നിട്ട് അതില്ല, മൊത്തം റബ്ബറിൻ്റെ ചൂടലാകുമെന്നും പറഞ്ഞ് അന്ന് റബ്ബറും തൈ വെച്ചപ്പം വെട്ടിക്കളഞ്ഞല്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ തന്നെ മാങ്ങയാണെന്നാണ് പച്ചക്കറിക്കാരൻ പറഞ്ഞത്. അപ്പം ഇവിടെ നമ്മുടെ അടുത്ത് ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അവിടുത്തെ മാങ്ങയ കച്ചി വെച്ച് പൊടിപ്പിച്ച മാങ്ങയാണെന്നൊക്കെ പറഞ്ഞു. ആർക്കറിയാം, ആരെയും ഒന്നും വിശ്വസിക്കാൻ വയ്യാത്ത കാലമല്ലേ ഇത്. മനുഷ്യർ പറയുന്നത് കേൾക്കുന്നു. വിശ്വസിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം, അല്ലേ? ഇപ്പോഴേ ഞാൻ മാങ്ങ ഒന്ന് ചെത്തിയെടുക്കട്ടെ. അപ്പം നല്ല മാങ്ങയാണെന്ന് തോന്നുന്നു. കണ്ടോ, കണ്ടിട്ട് നല്ല അഴകുള്ള മാങ്ങ കണ്ടോ, സൂപ്പർ മാങ്ങ. കട്ട് ചെയ്ത് നോക്കട്ടെ. വേണ്ട, ഇപ്പോഴും ഇവിടെ എന്തൊരു ചൂടാണെന്നറിയാം, ഭയങ്കര ചൂടാണ്, പോറ്റത്തില്ല മനുഷ്യർ. അതുപോലെ ഭയങ്കര ചൂടായിരിക്കുകയാണ്. അപ്പോൾ പൊതുവേ ഇവിടെ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോഴും ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. നമുക്ക് കൂടുതലായിട്ട് വീഡിയോ എടുക്കാനും പറയാനും ഒന്നുമില്ല. പിന്നെ നമുക്ക് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം കൂട്ടുകാർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഒക്കെ ചെയ്യുക. പിന്നെ ഹൈപ്പുണ്ടല്ലോ അതുകൂടെ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഇതുപോലെ തന്നെയാണ് എൻ്റെ വീഡിയോ ഇനിയും തുടരുന്നത്. അപ്പോഴേ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും പെട്ടെന്ന് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.